അസ്സലാമു അലൈക്കും. സൈബർ സെല്ലിലെ നല്ല ഉദ്യോഗസ്ഥന്മാരോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. എൻ്റെ നാട്ടിൽ എൻ്റെ ഒരു അമ്മായിക്കാക്ക ഉണ്ടായിരുന്നു, പെറ്റാക്കാട് അവർ കല്ലേക്കാട്ടുകാരാണ് കേട്ടോ. അപ്പോൾ ഇതിനൊരു ചെറിയൊരു അനുജണ്ട്, അയമുട്ടി പെറ്റ സ്വൈബി അബു, ഇങ്ങനെ 4 പേരാണ്. അത് 4 പേരാണ് പറഞ്ഞത്. അപ്പോൾ പെറ്റാക്കൻ്റെ അമ്മായിക്കാക്കായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കല്യാണം കൊടുത്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ പല ആളുകളിലും അന്ന് തന്നെ സ്വഭാവം ഒരു ക്രിമിനൽ പശ്ചാത്തലമാണ്. എന്തോ ഒരു മൈൻഡ് എങ്ങനെയാണ്. ഇന്നിപ്പോൾ അത് പറയാൻ കാരണം, ഇന്ന് 17 ഏപ്രിൽ 2026 എന്ന് പറയാൻ കാരണം, ഇവർ പുതിയൊരു ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എനിക്ക് നേരെയാണ്. എനിക്ക് നേരെ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, പൊതുജനങ്ങൾക്ക് തൊഴിൽ വേണം, മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അതുപോലെ മരുന്നിൻ്റെ, അല്ലാണ്ട് നമ്മൾ വ്യക്തിപരമായിട്ട് ഒരാളോടും തെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവർ ഒരുപാട് കാലമായിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുക. ഈ പള്ളി കമ്മിറ്റി ഇതുപോലൊരു വെള്ളിയാഴ്ച വന്നിട്ടാണ് എൻ്റെ വീട് അടിച്ച് പൊളിച്ചിരുന്നത്. അതിൻ്റെ കുറേ ആഴ്ചകൾ മുമ്പേ വെള്ളിയാഴ്ച ജുമാഅത്ത് പള്ളിക്കൽ ഞാൻ എന്തോ ഒരു രാജ്യദ്രോഹം ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള കുറ്റങ്ങളൊക്കെ അധിക്ഷേപിച്ചിരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ ഇവർക്കൊന്നും ഒരു കുറ്റം ചെയ്തില്ല, ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മുടെ തൊഴിൽ നമ്മുടെ ബാക്കിയുള്ളതും കൊണ്ട് ഒഴിഞ്ഞു മാറുന്ന ആളുകളാണ്. കാരണം ഇവരോട് ഞാൻ ഒരു കാര്യം പറയുകയാണ്, കൊറോണ വൈറസ് വന്ന സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ ഈ പണ്ഡിതന്മാരൊന്നും ഉണ്ടായിരുന്നില്ല, അന്ന് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർ കേൾക്കണം, 2003 നിങ്ങളുടെ ശമ്പള കമ്മീഷൻ ഞാൻ ഒപ്പിട്ടത്. ഈ കയ്യേറ്റ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പിടിക്കണം. അതാണ് ചെയ്യേണ്ടത്. എൻ്റെ പേരിൽ നുണ പ്രചരിപ്പിച്ചുകൊണ്ടും ഇങ്ങനെ തകരാറ് ചെയ്തുകൊണ്ടും യാതൊരു കാര്യമില്ല. ഇത് നിങ്ങൾ തന്നെ നശിക്കാൻ കാരണമാവും. വേറെ ഒന്നും അതിൽ സംഭവിക്കില്ല. അത് ഞാൻ മുന്നറിയിപ്പ് തരിക. വെള്ളയിലെ തെറ്റ് ചെയ്യണം. എൻ്റെ പേരിൽ പിന്നെ കൊടല്ലൂർ റേഷൻ കാർഡിൻ്റെ അടുത്തുള്ള നെല്ലുത്ത് മില്ല് റസാക്കിൻ്റെ രണ്ടാമത്തെ മകന് ഒരു നുണ പ്രചരിപ്പിച്ചതിൻ്റെ ഫലമായി വർക്ക്ഷോപ്പ് കമ്മിറ്റികൾ ഒന്നായിട്ട് എനിക്കെതിരെ തിരിക്കുക. ഇപ്പം പറഞ്ഞത് നുണയാണ്. സത്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വന്നോ, എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഇവരെ വീടും പറമ്പൊക്കെ പിടിച്ചെടുക്കാതിരിക്കാനും ഇവിടെ ഷൂട്ട് ചെയ്യാതിരിക്കാനും നിവൃത്തിയില്ല. അതിൻ്റെ ഘട്ടങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. ഒരാൾ കാരണം ഈ നാട്ടിലെ മൊത്തം ജനങ്ങൾക്ക് ജീവഹാനി വരിക എന്നതാണ് അതിൻ്റെ ഒരു കാര്യം. ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു. അതാണ്, അതിനാണ് അവർ എൻ്റെ ഈ സാധനങ്ങളൊക്കെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ ഈ ഫോണിൽ കൂടെ തകരാറ് ചെയ്തിട്ട് ഉത്തരേന്ത്യയിൽ നടക്കുന്ന മുഴുവൻ കൊലപാതകങ്ങളും ബോംബ് സ്ഫോടനങ്ങളും ഇവർക്ക് പങ്കുണ്ട് എന്ന രീതിയിലാണ് എൻ്റെ ഇന്നത്തെ സംസാരം. ഉണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ സൈബർ സെല്ലിനെ ഇവരുടെ ഫോണൊക്കെ ചെക്ക് ചെയ്താൽ ക്ലിയറായിട്ട് അറിയും. അത് പിടിക്കാനും സാധിക്കും. എല്ലാ മേഖലയും അത് ചെക്ക് ചെയ്യുകയും വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ വെറൊരു അഭിപ്രായമാണ് ഇതെന്ന് കണക്കാക്കേണ്ട. എന്തൊക്കെ ഇവർ ശരിക്കും പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ പ്ലാനിങ് എന്താണെന്നുള്ളത് സൈബർ സെല്ലിനെ അത് കണ്ടെത്താൻ സാധിക്കും. സൈബർ സെല്ല് ഇക്കാര്യത്തിന് എന്തെങ്കിലും കാര്യമായിട്ട് പ്രൂഫ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ എന്നെ അറിയിക്കാം, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് അറിയിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രപതിയോട് പറയാം. എൻ്റെ അടുത്ത് വന്നാലും ഈ സ്ഥലത്തേക്ക് എത്തും, അവരുടെ അടുത്തേക്ക് എത്തും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആരായാലും കർശന നടപടി ഉണ്ടാവും. നടപടി എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കപ്പോഴെ കൈകാര്യം ചെയ്യാതെ തന്നെയാണ് ചെയ്യുക. മനസ്സിലായില്ലേ? അതിൽ അപ്പീലൊന്നും നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. അതായത് മാന്യമര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ മര്യാദപൂർവ്വം എല്ലാവരും ജീവിക്കുക. മര്യാദപൂർവ്വം എന്താണ് മര്യാദ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? വേറൊരുത്തനെ ഭീഷണിപ്പെടുത്താൻ പറ്റില്ല, അവൻ്റെ സോഷ്യൽ മീഡിയയിൽ പോയി തകരാറ് ചെയ്യാൻ പറ്റില്ല, വീട് വളഞ്ഞാക്രമിക്കാൻ ചെയ്യാൻ പറ്റില്ല. അത്തരത്തിൽ പള്ളികളൊക്കെ ചെന്നിട്ട് കഴിഞ്ഞാൽ കുത്തുബയിൽ കണ്ടതൊക്കെ നമുക്ക് പറയാം. കുത്തുബയിൽ കണ്ടതേ പറയാമോ, നമ്മുടെ സ്വന്തം കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിൽ എല്ലാം ക്ലിയർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായി തീരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ മുന്നറിയിപ്പ്. എൻ്റെ ഒരുപാട് അക്കൗണ്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ആ അക്കൗണ്ട് കട്ട് ചെയ്യേണ്ട പിന്നിൽ ഇവരെ ദുരുദ്ദേശമുണ്ട്. ആ ദുരുദ്ദേശത്തിന് ഇവർ ഒരുപാട് കാലമായി സാധനം തുടങ്ങിയിട്ട് അതൊന്നും മുഴുവൻ നടക്കില്ല. 2016 ഇത് വരുന്നതിന് മുമ്പ് ഞാനൊരു കല്യാണ പരസ്യമായിട്ടുള്ള പ്രളയം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ കല്ലേക്കാട്ട് പെടുന്ന മുഴുവൻ ആളുകളെയും ഇവിടുന്ന് നീക്കം ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത് തുടർന്ന് പോവുകയാണെങ്കിൽ ഇതിപ്പോൾ അങ്ങനെ അല്ലാണ്ട് ഇത് പിന്നെ പറ്റില്ല. അതിൽ ബാക്കിയുള്ളതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ ഈ പതിയിലും കംപ്ലീറ്റ് നീക്കേണ്ടി വരും. കാരണം ഇതിൽ ഒട്ടനവധി കാര്യങ്ങൾ എന്താണെന്ന് വിചാരിച്ചാൽ
അച്ഛനും അമ്മയും സ്വന്തം പണിയെടുത്തിട്ട് ഉണ്ടാക്കി മക്കളെ പോറ്റിയാൽ ഈ മക്കൾ കുറച്ച് കഴിവിനായാൽ ഈ അച്ഛനെയും അമ്മനെയും മോശക്കാരനാക്കി പ്രാന്തം ജയിലിൽ കൊണ്ടുപോയിടുക. ജയിലിൽ കൊണ്ടുപോയിടുക എന്ന് പറഞ്ഞാൽ അതിന് കുറേ ഇംഗ്ലീഷ് മരുന്നിൻ്റെ ഒരു രോഗമില്ലാത്തതിനെ പിരാന്താക്കുന്ന കുറേ ആസ്പത്രികളുണ്ട്, ഡോക്ടർമാരുണ്ട്. അവർക്ക് പൈസ കിട്ടി അവർ എന്തും ചെയ്യും. കടലാസിൽ എഴുതി അത് വായിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു യഥാർത്ഥങ്ങൾ അറിയണം. അപ്പോൾ സത്യം എവിടെയാണോ ഇപ്പോൾ പടച്ചോൻ്റെ ദൃഷ്ടി ഞാൻ നോക്കുകയാണ്. സത്യത്തിനെ അനുകൂലിച്ചാൽ പടച്ചോൻ നിൽക്കണമെങ്കിൽ അവരെ ഒരു 4-5 ദിവസത്തിൻ്റെ ഉള്ളിൽ അവർക്ക് മാരകമായ തകരാറ് വരും. സത്യത്തിനാണെങ്കിൽ നിൽക്കണമെങ്കിൽ. അല്ല പടച്ചോൻ ഇതുപോലെ ക്രിമിനൽ കുറ്റവാളിയാണെങ്കിൽ നിവൃത്തിയൊന്നുമില്ല. ഞാൻ കണ്ട സത്യമായിട്ട് തന്നെ പറഞ്ഞുള്ളൂ. ഞാൻ തെറ്റ് ചെയ്തില്ല, എനിക്ക് ചെയ്യേണ്ട ആ കാര്യമില്ല. അപ്പോൾ എന്തിനാണ് പിന്നെ ഇവർ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അവരോട് തന്നെ ചോദിക്കണം. ചോദിച്ചാൽ പോരാ, ഇവരെ സൈബർ ഇതിൽ വന്നിട്ട് ഇവർ ഫോണൊക്കെ പരിശോധിച്ച് ഇവർ കാര്യങ്ങളൊക്കെ പിടിക്കണം. ഇവിടെ മഹല്ലുകളിൽ കുത്തുപോതിൻ്റെ ലിസ്റ്റ് പിടിക്കണം. എന്നിട്ട് എന്തൊക്കെ ചെയ്ത് അവിടെ ഇരുന്നിട്ട് ആരൊക്കെ അതിൻ്റെ ചുറ്റുപാട് അതിൻ്റെ മൊത്തം രേഖകൾ പരിശോധിക്കണം. ഇതാണ് എനിക്ക് ഇന്ന് രാജ്യത്തോട് പറയാനുള്ളത്. ഇത് ഞാൻ വെറുതെ ഒരു കാര്യം പറഞ്ഞാന്ന് നിങ്ങൾ കരുതണം. അതായത് ഭയങ്കര ഗൂഢാലോചനയാണ് കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ ചെയ്യുന്നത്. അതിന് സമസ്തയും കമ്മിറ്റികളും സപ്പോർട്ടുണ്ട്. ഇനി ഇല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ടില്ലെങ്കിൽ അവരിത് എന്തുകൊണ്ട് ഇത്രയും കൊല്ലമായിട്ട് മൂലൊക്കെ വെച്ചു? അതെന്താ കൊണ്ട് പരിശോധിച്ചില്ല? അപ്പോൾ അവർക്ക് ബുദ്ധിയില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണല്ലോ. മുസ്ലിം ആയതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. മുസ്ലിം ആയത് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഇറാൻ്റെ സമീപനം കണ്ടോ? ഇറാന് അങ്ങനെ വിജയിക്കേണ്ട കാരണം ഒരു കാര്യം പിന്നിൽ നിന്നിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് അവർ വിജയിക്കുന്നത്. അല്ലെങ്കിൽ ഇറാനും വിജയിക്കാൻ സാധിക്കില്ല. മുസ്ലിം പണ്ഡിതന്മാർ ഇതൊന്നും കണക്കാക്കണം, അല്ലെങ്കിൽ അവർക്കും സാധിക്കില്ല. എന്താ കാരണം? നമ്മൾ ഇങ്ങേപ്പുറത്ത് ഈ മൈൻഡ് ചെയ്യൽ ഇപ്പുറത്താണ് ചെയ്യണമെങ്കിൽ എന്തുണ്ടാവുമെന്ന് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കാം. അപ്പോൾ അതുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ കല്യാണക്കാട്ടുകാർ പ്രവർത്തിക്കരുത്. നുണ പറയരുത്. അത് പിടിക്കും, വമ്പ രീതിയിൽ പിടിക്കും. ഇന്നിപ്പോൾ സൈബറിൽ കൊടുത്ത സാധനങ്ങൾ ഇന്നോ നാളെ ആയിട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ വന്നാൽ അതിലേക്ക് ആക്കം കൂടുന്നതാണ് ഈ വീഡിയോ. കാരണം ഇന്നിപ്പോൾ ഞാൻ നേരിൽ കണ്ടത് റഷീദിൻ്റെ ചായക്കടയുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങളുടെ കൂടെ സംഘങ്ങൾ മുഴുവൻ നടക്കില്ല. അവിടെ വെച്ചിട്ട് നിങ്ങൾ പല അക്രമങ്ങളും ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇതിലിപ്പോൾ MLA ആയിട്ട് TP സാജി വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ ചെങ്ങായുടെ കയ്യും കാലും കൂട്ടിക്കൊട്ട് നമ്മൾ മനസ്സിലായില്ലേ? അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും പങ്കോ അതിൽ വന്നിട്ടുണ്ട് എന്ന് കരുതുക. കംപ്ലീറ്റ് കൂട്ടിക്കെട്ടും. അതിൻ്റെ സമ്പത്തൊന്നും യാതൊരു പ്രശ്നവുമില്ല. കാരണം ജനങ്ങൾക്ക് ഹാനികരമായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. ഒന്നാമത് ഇയാൾ ഇതിൻ്റെ മുമ്പ് 3 തവണ പഞ്ചായത്ത് മെമ്പറായിട്ട് ഇരുന്നിട്ട് പ്രസിഡൻ്റൊക്കെ ഇരുന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ കാശ് കൊടുത്തിട്ട് നിങ്ങൾ വോട്ട് പഠിക്കണേ നിങ്ങളുടെ ചുറ്റുപാട്. അധികാരത്തിൽ വന്ന പൊതുജനത്തിൻ്റെ കാര്യമാണ്, അത് ചെയ്തേ പറ്റും. അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് കട്ടാക്കിക്കൊണ്ടൊന്നുമില്ല. അതിപ്പോൾ വന്നൊരു 11 മണിയാകുമ്പോഴത്തിന് പിന്നെ അത് രണ്ടാമത് പരിശോധന വരും. ആ പരിശോധനയിൽ എൻ്റെ ഭാഗം കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സത്യസന്ധത ഉണ്ടെങ്കിൽ, പടച്ചോൻ്റെ സപ്പോർട്ട് എനിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടെത്തുകയും ചെയ്യും, അത് വിജയിക്കുകയും ചെയ്യും, അത് പോലീസുകാർ അറിയുകയും ചെയ്യും. അസ്സലാമു അലൈക്കും.